ഹലോ, ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കിത് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ എപ്പോഴും വേണമെങ്കിലും കഴിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഗോതമ്പ് ദോശ ചിലർക്കൊന്നും വലിയ ഇഷ്ടം കാണില്ല, പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകും. അപ്പോൾ വളരെ ടേസ്റ്റിയായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് നമ്മളിതിൽ ചേർത്ത് കൊടുത്താൽ മതി, അതിൻ്റെ രുചി തന്നെ മാറിപ്പോകും. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. എന്നാൽ നമുക്ക് വീട്ടിലോട്ട് പോകാമേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. 2 കപ്പ് ഗോതമ്പ് മാവ്, ഞങ്ങളുടെ ആവശ്യത്തിനുള്ള മാവാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ സവാളയാണ്. ഞാനിവിടെ ഒരു വലിയ സവാള ചെറുതായിട്ട് തന്നെ ഇത് അരിഞ്ഞെടുക്കണം, അല്ലെങ്കിൽ നമുക്കത് പരത്തിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടെയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് ഒരു 2 പച്ചമുളക് എല്ലാം ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുക. ഇനി കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞതാണ്. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കറിവേപ്പിലയാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പുമൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് അതൊന്ന് നമുക്ക് കലക്കിയെടുക്കണം. ഒരുപാട് വെള്ളം ആദ്യമേ അങ്ങ് ഒഴിച്ച് കളയരുത്. നമുക്ക് എപ്പോഴും ഞാൻ പറയുന്ന പോലെ കുറച്ചായിട്ട് ഒഴിച്ച് നമുക്ക് ആ മാവൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുത്തിട്ട്, ഒരുപാട് വെള്ളം ആകരുത്, എന്നാൽ ഒരുപാട് കട്ടിയാകരുത്, അതുപോലെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുക. ഇനി അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് തേങ്ങയാണ്. തേങ്ങയുടെ അളവ് കൂടിയപ്പോൾ കുഴപ്പമൊന്നും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ഒരു 3/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതുകൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് യോജിപ്പിച്ച് വയ്ക്കാം. ഇത് ഒരുപാട് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണം, ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇനി നന്നായി ചൂടായി ദോശക്കല്ലിലോട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് പരത്തി കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് നമുക്ക് പരത്തി കൊടുക്കാം. നോൺ സ്റ്റിക്കിലാണെങ്കിൽ അത് നമുക്ക് നന്നായിട്ട് പരത്തി എടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ നന്നായിട്ട് നമുക്ക് പരത്തി കൊടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് അത് വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യും എണ്ണയും കൂടെ ചേർത്തതാണ്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്നും ഇഷ്ടമല്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണേ. നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക. ഇനി മറിച്ച് തിരിച്ച് നോക്കിയിട്ട് നമുക്ക് അതിനൊന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ആ മല്ലി ഇലയുടെയും കറിവേപ്പിലയുടെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് കിട്ടും. ഞാനിവിടെ മല്ലിയില ചേർത്തിട്ടില്ല, ഞാൻ കറിവേപ്പിലയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മുടെ ദോശ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി അതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. നല്ല ടേസ്റ്റ്. ഇതുപോലെ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കൂടി ഈ ഗോതമ്പ് ദോശ തീർച്ചയായിട്ടും കഴിക്കും. ഇതിൻ്റെ കൂടെ ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ചമ്മന്തിയും കൂടെ ഞാൻ അരച്ചെടുത്തിട്ടു. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ ഇടുന്നതാണ്. അപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു.